പലപ്പോഴും തന്നെ മാതാപിതാക്കൾക്കും മറ്റ് മുതിർന്നവർക്കുമൊക്കെ സമയമില്ല എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കുട്ടികൾക്ക്. എല്ലാ സ്കൂളുകളിലും എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല കൊച്ച് എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടിയെയാണ്. അപ്പം വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം എൻ്റെ സ്കൂളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡാൻസും പാട്ടുമാണ് മെയിൻ കാര്യം. വേറെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും വില കൊടുക്കാറില്ല. ചെറുപ്പകാലം മുതലേ തന്നെ നീ ഡോക്ടർ ആവുന്നൊരു കുട്ടിയാണെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അവർക്കിപ്പോൾ ഓക്കെ ഞാനൊരു ഡോക്ടർ എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി എന്നുള്ള രീതിയിൽ ഡോക്ടർ മാത്രമല്ല വേറെ മറ്റേ ഇപ്പോൾ ടീച്ചറായാലും എഞ്ചിനീയർ ആയാലും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ജോലി എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികൾ എൻ്റെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ പുതിയൊരു വേദിയിൽ ആ കുട്ടിക്ക് പോകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ എന്നെ എങ്ങനെ കാണും, ഇങ്ങനെ വിചാരിക്കുമോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരുടെ മനസ്സിൽ എന്ത് തോന്നും എന്നൊരു ചിന്ത പതിയെ ഓരോ കുട്ടിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു നമ്മൾ ഈ യങ് ചേഞ്ച് മേക്കർ എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. കൂടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ചെറുതാണെന്ന് പറഞ്ഞ് അവരെ ആക്ടിവിറ്റീസിലൊന്നും ഉൾപ്പെടുത്താതെ അവരെ മാറ്റി നിർത്തുന്നതൊക്കെ ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. കുട്ടികൾക്ക് പഠിക്കൽ മാത്രമല്ല ഇത്തിരി കളിക്കുകയും കൂടെ വേണം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു വർഷമാവുകയാണ്. 2024 ജനുവരി 1 ബീന കണ്ട ലോകം യൂട്യൂബിൽ ആദ്യത്തെ എപ്പിസോഡ് പോകുന്നത്. അതിനുശേഷം ഈ ഒരു വർഷം പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു, പല ആളുകളെ ഈ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പല വിഷയങ്ങളുടെ ഗഹനമായ ആഴത്തിലുള്ള ചർച്ചകൾ ഇതിനകത്ത് കൂടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, കാഴ്ചക്കാരിൽ നിന്ന്, വ്യൂവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ എനിക്ക് പറയാനുണ്ട്. ഇന്ന് ഞാനിരിക്കുന്നത് കുറേ കൊച്ചു കൂട്ടുകാരുടെ കൂടിയാണ്. ഇപ്പം നമുക്കറിയാം പുതിയ വർഷമാണ്, ഒരു നൂറ്റാണ്ടിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. 25 എന്ന് പറയുമ്പോൾ 2025 എന്ന് പറയുന്ന കാൽഭാഗത്തിലേക്ക് നമ്മൾ എത്തുമ്പം അടുത്ത തലമുറ, ഏറ്റവും പുതിയ തലമുറയാണ് ഇന്ന് എൻ്റെ കൂടെ ഈ പരിപാടിയിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഇവരാരും തന്നെ കുറഞ്ഞ കക്ഷികളൊന്നുമല്ല. ശിശുക്ഷേമ സമിതിയിൽ നമ്മൾ എല്ലാ വർഷവും പ്രധാനമന്ത്രി, പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശിശുദിനം നടക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന, കേരളത്തിലെ കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മിടുക്കരും മിടുക്കത്തികളുമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇന്ന് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഇവരോട് സംസാരിക്കാൻ ഞാൻ ഇന്ന് വരുമ്പോൾ എനിക്ക് തന്നെ ഒരു വലിയ സംഭ്രമമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവർ നമ്മളെക്കാട്ടിയൊക്കെ ഉയർന്ന ജെൻ നെക്സ്റ്റ് എന്നൊക്കെ പറയുന്ന അതും കഴിഞ്ഞുള്ള പുതിയ തലമുറയാണ്. ഈ തലമുറ എങ്ങനെയാണ് നമ്മളെ കാണുന്നത്, ഈ ജീവിതത്തെ കാണുന്നത്? നമ്മൾ അവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ജീവിതത്തിൽ അവർ തൃപ്തരാണോ, അതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള കുഞ്ഞു കൂട്ടുകാർക്ക് സ്വാഗതം. താങ്ക് യു. വളരെ സന്തോഷം. നിങ്ങളെ പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ്, പല പ്രായക്കാരാണ്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമാണ്. പിന്നെ എനിക്ക് ആദ്യത്തെ ചോദ്യം തന്നെ ചോദിക്കാം. പുതിയ ന്യൂ ഇയർ ആണ്, നമുക്കറിയാം ജനുവരി 1. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ കാണുന്നു? മുതിർന്നവരെ, ഇപ്പോൾ ഞങ്ങളെന്നൊക്കെ പറയുന്ന മുതിർന്ന തലമുറയെ, ഈ തലമുറയുടെ ജീവിതത്തെ, അവർ നിങ്ങളോട് പെരുമാറുന്നതിനെ, അവരവരുടെ ജീവിതത്തിൽ പെരുമാറുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഓരോരുത്തരായിട്ട് പറയാം. ഞാൻ നന്മ എസ് ഹോളി ഏഞ്ചൽ സ്കൂളിലാണ് പഠിക്കുന്നത്, CBSE സ്കൂളിൽ. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് ഞങ്ങളുടെ തലമുറയ്ക്ക്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു നാണയത്തിന് ഇരുവശമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇന്നത്തേത് വളരെ തിരക്കേറിയ ഒരു ജീവിതമാണല്ലേ എല്ലാവർക്കും, മുതിർന്നവർക്കായാലും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിടുന്നുണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് ശരിക്കും പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ, അത് കേൾക്കാൻ ആളുണ്ടാവണം എന്നുള്ളതാണ്. പലപ്പോഴും തന്നെ മാതാപിതാക്കൾക്കും മറ്റ് മുതിർന്നവർക്കുമൊക്കെ സമയമില്ല എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കുട്ടികൾക്ക് അവരവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആരുമില്ല എന്നുള്ളത് ശരിക്കും ഇന്ന് നമ്മൾ കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് വ്യക്തിപരമായിട്ട് നിങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സമൂഹത്തിനോട് നിങ്ങൾക്ക് പറയാനുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായും ഞങ്ങൾ നേരിടുന്ന മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം
കേരളത്തിൽ തന്നെ ഇപ്പോൾ ബാലപീഡനങ്ങളൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കും ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും പത്രത്തിലായാലും ഒക്കെ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ആലുവയിലെ ഒരു കുഞ്ഞ്, പിന്നെ വണ്ടിപ്പെരിയാറിലെ മറ്റൊരു കുഞ്ഞ്, അങ്ങനെ എത്ര കുട്ടികളാണ്. അപ്പോൾ ഈ ബാലപീഡനത്തിനിരയാകുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുറന്നു പറയാനൊരു വേദിയില്ല എന്നുള്ളത് നമ്മൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം തന്നെയാണ്. ആ വേദിയാണ് നമ്മളിപ്പോൾ തന്നിരിക്കുന്നത്. അതെ, അപ്പോൾ അതിനാദ്യം തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഇതേപോലെ തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് സ്ഥിരമായി എന്തെങ്കിലും ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അപ്പോൾ ഈ നമ്മുടെ ആദ്യത്തെ ഇപ്പം എനിക്ക് ശരിക്കും നിങ്ങൾ ഞങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ള ചോദ്യത്തിന് ബാക്കിയുള്ളവരും കൂടെ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് സൊല്യൂഷൻ അവസാനം ആലോചിക്കാം. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു കുട്ടി ചെന്നിട്ട് ഒരു അച്ഛൻ്റെ അടുത്ത്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സ്കൂളിൽ നിന്നൊരു കൊച്ച് ഇപ്പം സ്കൂളിൽ പോയി രാവിലെ എണീറ്റ്, ഇപ്പോൾ സ്കൂളിൽ ഒരു കൊച്ച് ചെല്ലുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആകുമ്പം അമ്മമാരൊക്കെ പഠിപ്പിക്കും, അച്ഛന്മാരൊക്കെ പഠിപ്പിക്കും. ഇപ്പം കുട്ടികളെ ട്യൂഷനൊക്കെ കൊണ്ടുവിടുന്നതാണ്. ഇപ്പം സ്കൂളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രസംഗത്തിലാണ്, ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന പ്രസംഗ മത്സരങ്ങൾക്കൊക്കെയാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ, എല്ലാ സ്കൂളുകളിലും എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഏറ്റവും നല്ല കൊച്ച് എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടിയെയാണ്. അപ്പം വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം എൻ്റെ സ്കൂളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡാൻസും പാട്ടുമാണ് മെയിൻ കാര്യം. വേറെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും വില കൊടുക്കാറില്ല പൊതുവെ ഉള്ള ഇതിലൊക്കെ. അപ്പം കുട്ടികൾക്ക് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിലും PT പീരീഡൊക്കെ സ്കൂളുകളിൽ ഒരാഴ്ചയിൽ ഒന്നൊക്കെ വെച്ചുണ്ട്. അപ്പം എൻ്റെ സ്കൂളിലാണെങ്കിൽ UP മുതലുള്ളവർക്ക് ആഴ്ചയിൽ ഒരു PT പീരീഡാണുള്ളത്. അതിലൊന്നും മിക്ക ക്ലാസ്സുകളിലും ടീച്ചേഴ്സ് വരാറില്ല. പക്ഷേ ടീച്ചേഴ്സ് വന്നാൽ മെയിനായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിലെ കുറച്ച് എക്സസൈസ് ഉണ്ട്. അത് വെറുതെ നിന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക എന്നതാണ് ആ മെയിൻ എക്സസൈസസ്. അപ്പം വേറെ നമുക്ക് അതിനോടല്ലായിരിക്കും താല്പര്യം. നമുക്ക് ചിലപ്പം ബാസ്കറ്റ് ആയിരിക്കും, സ്വിമ്മിങ് ആയിരിക്കും. സ്വിമ്മിങ് എന്ന സ്കൂളിൽ ചില സ്കൂളുകളിൽ നടക്കുകയില്ല. പക്ഷേ അവിടെ നടക്കുന്ന കളികളൊക്കെ ഇത് ചെയ്യുമ്പം അവർ പഠിപ്പിക്കുന്ന മൊത്തം എക്സസൈസസ് ആണ്, അസംബ്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ്. എന്നാൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഫ്രീഡം നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും പറയാനുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരം. എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത്, മുതിർന്നവരെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ, പല കുട്ടികളും മുതിർന്നവരെ ശരിക്കും അവരെ റെസ്പെക്റ്റോടെ തന്നെ കാണുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാകും. അത് അവർ വളർന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കും. ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ, എന്നെ കേൾക്കാനായിട്ട് ആളില്ല, അങ്ങനത്തെ ഒരു ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം എല്ലാം കേൾക്കുന്ന ഒരു അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പഠിക്കുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. സമൂഹത്തിലെ പല വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. അത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ തന്നെ പലർക്കും അവരുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ അവരുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയാനായിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്കൂളിൽ പോയിട്ട് ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, അങ്ങനെ കളിയാക്കി. ഇപ്പം ഞാനും അച്ഛനൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര നീ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഈ ഒരു പാരൻസിൻ്റെ അടുത്ത്. അപ്പോൾ അത് ശരിക്കും അതിനൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അത് ശരിക്കും റെസ്പെക്റ്റ് ഇല്ലായ്മയല്ല, നമ്മളതൊരു പരിധി വിടാൻ പാടില്ല. പക്ഷെ അവരൊക്കെ തന്നെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ആണെങ്കിൽ പോലും, ഫ്രണ്ട്സല്ല എനിക്കറിയുന്ന മറ്റു കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ അവരുടെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പഠനം മാത്രമല്ലല്ലോ, ഓരോ ഓപ്ഷൻ അല്ലല്ലോ, നമുക്ക് എന്തോരം കരിയർ ഓപ്ഷൻസാണ് നമ്മുടെ ഈ ലോകത്ത് മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത്തരം ഓപ്ഷൻസ് ഒക്കെ ഇത് ചെയ്യാതെ നമ്മുടെ ആ ഒരു ട്രഡീഷണൽ
ജോലികൾ ഉണ്ടാവില്ലേ, ഈ ഡോക്ടർ അങ്ങനത്തെയൊക്കെ അതിലേക്ക് മാത്രം, അതാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും ഹയർ ജോലി എന്ന് വിചാരിക്കുന്ന പാരൻസ് ഇന്നും ഉണ്ട് എന്നുള്ളത് ഒരു ഞങ്ങളുടെയൊക്കെ കാലത്ത് ശരിക്കും പഠിക്കുന്ന കാലത്ത് ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക. ഇപ്പോഴും അത് മാറിയിട്ടില്ലേ? ഇപ്പോഴും അത് പല പാരൻസിൻ്റെ ഇടയിലും അത് മാറിയിട്ടില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം മാറിയിട്ടുണ്ട് എന്ന്. പക്ഷേ അങ്ങനത്തെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ഇപ്പോഴേ സ്ട്രെയിൻ എടുപ്പിക്കുക ഇത്തരം സബ്ജക്റ്റുകൾ. അതായത് ഇപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഈ 2 വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കരിയറിൻ്റെ ആ ഒരു സബ്ജക്റ്റ് എനിക്ക് തന്നെ തിരഞ്ഞെടുക്കാം. പക്ഷേ എൻ്റെ പല കുട്ടികളുടെയും ഫാമിലീസിലൊക്കെ അവർ ഫോഴ്സ് ചെയ്യുകയാണ് നീ ഇന്ന സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളത്. എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും എനിക്ക് പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ എടുക്കുക. അവർ ചെറുപ്പകാലം മുതലേ തന്നെ നീ ഡോക്ടർ ആവുന്നൊരു കുട്ടിയാണെന്ന് പറഞ്ഞ് അവരെങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അവർക്കിപ്പോൾ ഓക്കെ ഞാനൊരു ഡോക്ടർ എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി എന്നുള്ള രീതിയിൽ, ഡോക്ടർ മാത്രമല്ല വേറെ മറ്റേ ഇപ്പോൾ ടീച്ചറായാലും എഞ്ചിനീയർ ആയാലും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ജോലി എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികൾ എൻ്റെ ചുറ്റുപാടുമുണ്ട്. പിന്നെ അങ്ങനത്തെ അവസരങ്ങൾ അങ്ങനെ പഠനത്തിൽ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിക്കും വിടാത്ത പാരൻസും ഉണ്ട്. അത് ശരിക്കും ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് മാറണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ പാരൻസിന്റെ എന്ന് പറഞ്ഞാൽ വലിയ തലമുറയുണ്ടല്ലോ, മുതിർന്ന തലമുറയുണ്ടല്ലോ, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട് അല്ലേ? ഒരു ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഒരു 60 വയസ്സ് വരെയൊക്കെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ അറിവുണ്ട്. പക്ഷേ നിങ്ങളുടെ തലമുറ ആ അറിവിനെ ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണമാണോ തരുന്നത്? അതോ നമ്മളുടെ കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ടോ? എൻ്റെയൊക്കെ വീട്ടിൽ പറയുമ്പോൾ പലപ്പോഴും വരുന്നതാണ്, ഞങ്ങളുടെയൊക്കെ തലമുറ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിരുന്നു പോലുമില്ല. അപ്പോൾ ഒരു ആളെ കാണുമ്പോൾ അയാളുടെ ശരീരം, അയാളുടെ എത്ര വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ നിറം, അയാളുടേതായ ചിലപ്പോൾ ഒരു കണ്ണിന് പ്രത്യേകത കാണാം, ചുണ്ടിന് പ്രത്യേകത കാണാം, അത്തരം കാര്യങ്ങളെ വെച്ചിട്ട് പിന്നെ നിക് നെയിംസ് എന്ന് പറയില്ലേ നമ്മൾ, ഇരട്ട പേരിടുക എന്ന്, അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ തലമുറ അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടെ മുന്നേ ഉള്ള തലമുറ മുതൽ അതിനെ വളരെ ശക്തമായി എതിർക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള മുതിർന്ന തലമുറയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ മാം, ഇങ്ങനൊരു മുതിർന്ന തലമുറ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് മുതിർന്നവരുടെ ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ കുഞ്ഞിലെ തൊട്ടേ അവരെ വളർത്തി വന്നൊരു സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് കുഞ്ഞിലെ തന്നെ ഫീഡ് ചെയ്യുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ഓരോ നിക് നെയിംസ് കുഞ്ഞിലെ തന്നെ, അവൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇതാണ് സംഭവം, നീ ഇങ്ങനെ ആവാൻ പാടില്ല, നീ ഇങ്ങനൊരു പ്രകൃതക്കാരി ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കുഞ്ഞിലെ തന്നെ അവർക്കും പറഞ്ഞ് പഠിപ്പിച്ച് അല്ലെങ്കിൽ നീ വലുതായിട്ട് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയാൽ മതി. കുട്ടികളുടെ ഒരു ഒപ്പീനിയന് ഒരു വിലയും കൊടുക്കാത്തൊരു രീതിയിലായിരുന്നു വളർന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് മാറിയിട്ടുണ്ട്. പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ ഇഷ്ടത്തിന് അവരെ വിടുന്നുണ്ട്. അതായത് അവരുടെ ഒപ്പീനിയൻസിന് വില കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനമ്മയും എന്നെ അത് നന്നായിട്ട് വില തരുന്ന ഒരു അച്ഛനമ്മയാണ്. കാരണം എനിക്ക് കുഞ്ഞിലെ തൊട്ടേ പല ആഗ്രഹങ്ങളാണ്. ഡോക്ടർ ആവണം, കുറച്ച് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റായി, പിന്നെ IFS ആയി, പിന്നെ പതുക്കെ ലോയറിലോട്ട്. അപ്പം അവർ ഈ ഒരു ജേർണി ഫുൾ എന്നെ സപ്പോർട്ട് ചെയ്തൊരു അച്ഛനും അമ്മയാണ്. അതുപോലെ തന്നെ ഈ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ അത് ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ഒരു മുറിവുണ്ട്. അപ്പോൾ പുതിയൊരു വേദിയിൽ ആ കുട്ടിക്ക് പോകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ എന്നെ എങ്ങനെ കാണും, ഇങ്ങനെ വിചാരിക്കുമോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരുടെ മനസ്സിൽ എന്ത് തോന്നും എന്നൊരു ചിന്ത പതിയെ ഓരോ കുട്ടിയിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു തലമുറയിലും ഉണ്ടോ അത്? ഇപ്പം നമ്മുടെ തലമുറയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ എന്നാലും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഞാനൊരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നൊക്കെ പോകുമ്പോൾ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ചോദിക്കുക എന്താ ഫുഡ് കഴിക്കുന്നില്ലേ, വീട്ടിൽ നിന്നൊന്നും തരുന്നില്ലേ എന്നൊക്കെ സ്റ്റില്ല് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ തരണം ചെയ്യാൻ സാധിക്കും. നമ്മുടെ അച്ഛനമ്മ നമുക്കതിന് സപ്പോർട്ട് തരുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് സമൂഹം മാറണം. നമ്മൾ ഒരാളെ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കും. പക്ഷേ എന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് ഇങ്ങനൊരു ചിന്തയിൽ മാറ്റം കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളാണ്, അവരുടേതായ രീതിയിൽ വളരട്ടെ, അവർ പറക്കട്ടെ, അവരുടെ ഇഷ്ടത്തോടെ വളരട്ടെ എന്ന് സമൂഹം ഉറപ്പാക്കുന്ന, അല്ലെങ്കിൽ സമൂഹം തീരുമാനിക്കുന്ന ഒരു നിമിഷത്തെ ഇതിനെല്ലാത്തിനും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും മാം. ഈ ബോഡി ഷേമിങ് പിന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഇത് ചെയ്യുന്നത് ഞാൻ നേരിട്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ ഏകദേശം കുറേ പേരുടെ അടുത്ത് നിന്ന് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്, നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ ഏറ്റവും കൂടുതൽ ബോഡി, നമ്മുടെ പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും ബോഡിയിൽ മാറ്റം വരുന്ന അവരുടെ ഒരു ടീനേജിൻ്റെ ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചില കുട്ടികൾ നല്ലപോലെ വണ്ണം വയ്ക്കും, ചിലർ നല്ലപോലെ മെലിയും,
ചിലർക്ക് അവരുടെ അങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ പല സമയത്തും പലയിടത്തും പോകുന്ന സമയത്ത് എന്നോട് മുതിർന്നവർ തന്നെയാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ, അതായത് ഞാൻ ഭയങ്കര മെലിഞ്ഞു പോയി, ഞാൻ ഭയങ്കര ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയും. അതെനിക്ക് നല്ല വിഷമമായിരുന്നു അതൊക്കെ കേൾക്കുന്ന സമയത്ത്. പിന്നെ ഇവരെപ്പോഴും ചോദിക്കുന്ന, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, എപ്പോഴും ഇവർ തമാശയ്ക്കാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തരുന്നില്ലേ എന്ന് ചോദിക്കും. അത് ശരിക്കും തമാശയില്ല, നമ്മളെ പട്ടിണിക്ക് ഇട്ടിട്ടല്ലല്ലോ വീട്ടിൽ വളർത്തുന്നത്. അപ്പോൾ അത് എനിക്ക് എപ്പോഴും അത് അങ്ങനെ തോന്നാറുണ്ട്. ഇവരെന്താ എങ്ങനെ ചോദിക്കുന്നത്, ഇവർക്ക് അത്ര പോലും ഒരു ഇതില്ലേന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ ഇപ്പോൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ പറയും, എനിക്ക് 47 കിലോ ഉണ്ട്, ഞാൻ അതിൽ ഹാപ്പിയാണ് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയാറുണ്ട്. എല്ലാവരും ഇതിന് തികച്ചും വിരുദ്ധമായിരിക്കും തടി ഉള്ള ഒരു കുട്ടിയോട് പെരുമാറുന്നത്. വീട്ടുകാരുടെ ഫുഡ് മുഴുവൻ നീയാണോ കഴിക്കുന്നത് അത് ചോദിക്കും. അപ്പോൾ അത് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര. പിന്നെ നിറത്തെ പറ്റിയിട്ട്, പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സിനെ പറ്റിയിട്ട്, അതെനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് കുറച്ച് തലമുറകൾ മുന്നേ ഉള്ളവരിൽ നിന്നാണ്. അതെനിക്ക് എപ്പോഴും ഇത് ചെയ്തിട്ട്, നമ്മളിടുന്ന ഡ്രസ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ, അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇടാണ്, ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ല, ഇതൊരു കുറച്ചൊരു നല്ല വൃത്തികേടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ നമ്മളിങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും, ഇത് ഇത്രയും ഇതാണോ, ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര മോശമാണോ. അപ്പോൾ ഡ്രസ്സ് എന്നൊക്കെ നമ്മുടെ ആ ഒരു കംഫർട്ടിന് ഇടുമ്പോൾ അത് ഒരുപാട് ഇങ്ങനെ അങ്ങനെ ഒക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ജഡ്ജ് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. നിക്നെയിംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എല്ലാ കുട്ടികളുടെയും ക്ലാസ്സിലുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം കണ്ണാടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സോഡാ കുപ്പി കണ്ണാടി എന്ന് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കുന്നൊരു ഇപ്പോഴും ഉണ്ടത്. എന്നാലും കുറവാണ്, പക്ഷെ ഇപ്പോഴും ഉണ്ടത്. ഇത് എനിക്കൊന്നും കണ്ണാടിയില്ല, പക്ഷെ അത് വേറെ കുട്ടികളൊക്കെ കണ്ണാടിയുള്ള കുട്ടികളിങ്ങനെ വിളിക്കുമ്പോൾ അത് ബാക്കിയുള്ള കുട്ടികൾ ചിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യമായിട്ടൊരു തമാശയ്ക്കായിരിക്കും വിളിക്കുന്നത്. പക്ഷെ കണ്ണാടിയുള്ള കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു വിഷമം, അവരുടെ ഒരു കോൺഫിഡൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വണ്ണമുള്ള കുട്ടികൾ ഇത് ചെയ്യുന്നു. പിന്നെ ചില കുട്ടികൾക്ക് ബ്രേസ് ഉണ്ട്, പല്ലില് കമ്പിയുണ്ട്, അപ്പം അവരെയും കളിയാക്കാറുണ്ട്. അത് ഇപ്പോഴും കുറച്ചും പണ്ടത്തെ വെച്ചിരിക്കുന്നു ഇപ്പം അധികം ഇല്ല. പക്ഷെ ഇനിയും ഇതിനെക്കാട്ടിയും വലിയ ഡിഫോമിറ്റീസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെയും പറയുന്നുണ്ടാവുമല്ലോ അല്ലേ? എന്നാലും ഇത് കുറയേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പൺ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിലാണെങ്കിലും നല്ല ഒരു കഴിവുള്ള കുട്ടിയാണ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും കുറവുകളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുള്ള കുട്ടീനെ ബോഡി ഷെയിം ചെയ്ത് കളിയാക്കുക എന്ന ആ കുട്ടിയുടെ കോൺഫിഡൻസ് തകർക്കുകയാണ്. ചിലപ്പോൾ ആ കുട്ടിയെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ നാളത്തെ ഒരു നല്ല പ്രതിഭയായി തീരേണ്ട കുട്ടിയായിരിക്കും. അപ്പോൾ ഈ ഒരു ബോഡി ഷെയിമിങ് നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ യങ് ചേഞ്ച് മേക്കർ എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇനിയുള്ള കാലത്തെങ്കിലും നമ്മൾ ഈ ബോഡി ഷേമിംഗ് ഒഴിവാക്കണം. ഈ ബോഡി ഷേമിംഗ് നിക്നെയിംസ് അല്ലാതെ പിന്നെ ഇങ്ങനെ മാതാപിതാക്കൾ ചെയ്യുന്നതാണ് കമ്പാരിസൺ. അത് എൻ്റെ ക്ലാസ്സിലെ കുറേ കുട്ടികളായിട്ടുണ്ട്. ഇപ്പം പഠിക്കുന്നതായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇപ്പം പഠിപ്പിയാണെങ്കിൽ നീ എന്താ അവളെ പോലെ പഠിക്കാത്ത, നിനക്കെന്താ ഫുൾ മാർക്ക് കിട്ടാത്ത, അങ്ങനെയൊക്കെ ചോദിക്കും. എൻ്റെ പേരൻസ് അല്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പറയും, എനിക്ക് നിന്നെ പോലെ ചെയ്യണമായിരുന്നു, എനിക്ക് പക്ഷെ പറ്റത്തില്ല. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ആണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതും കുറയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഒരാൾ നന്നായി പഠിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ തീരെ പഠിക്കില്ലെങ്കിൽ അയാളെ അതിൻ്റെ പേരിലൊരു ചട്ടക്കൂട് പോലെ ഉണ്ടാക്കി പിന്നെ അയാളെ വേറൊന്നിലേക്ക് നമ്മൾ ചേർക്കില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം. എൻ്റെ പേര് നിധി. ഈ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഇതേപോലെ കുറേ ആൾക്കാർ, എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ്, എന്നെക്കുറിച്ച് പറയാനുണ്ട്. ഭയങ്കര പൊക്കം കുറവാണല്ലോ, എന്നെ കണ്ടിട്ട് ഒരു ദിവസം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് 3-ാം ക്ലാസ്സിലാണോ 4-ാം ക്ലാസ്സിലാണോ എന്നൊക്കെ. ഞാൻ ആക്ച്വലി 7-ാം ക്ലാസ്സിലാണ്. പക്ഷേ ഇത് ഇപ്പോൾ എല്ലാ ദേവകി ചേച്ചി, ഉമ്മ ചേച്ചിയൊക്കെ പറഞ്ഞു ഇതൊക്കെ കുട്ടികളുടെ കോൺഫിഡൻസ് തളർത്തും. പക്ഷേ അതിന് നമ്മളൊരു പോസിറ്റീവ് വേയിലെടുക്കുക. ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ജസ്റ്റ് അത് ചിരിച്ചിട്ട് അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. ഞാൻ 7-ാം ക്ലാസ്സിലാണോ ആണ്. അത് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊന്നും ഇപ്പോൾ എന്താണ് നമ്മളെക്കുറിച്ച് നമുക്കല്ലേ അറിയാവുള്ളൂ. നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുമ്പോഴത്തേക്കും അത് നമുക്കുള്ളിലുണ്ടാക്കുന്ന ഒരു വിഷമം അത് തീർച്ചയായിട്ടും കാണും. പക്ഷേ എന്നാലും
അതിനൊന്ന് ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയുക എന്നൊരിതാണ്. പിന്നെ പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നില്ല, ചില കുട്ടികൾക്ക് അത് ചില ഹാർട്ട് ബ്രോക്കൺ ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. കാര്യം ചില കുട്ടികൾക്ക് എന്താണ് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. പിന്നെ ആൻറ്റി ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അത് മുതിർന്നവരെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്. അത് എനിക്കിപ്പോഴത്തെ എനിക്ക് എൻ്റെ വീട്ടിൽ അച്ചാമ്മയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ അച്ചാമ്മയൊക്കെ ആണെങ്കിൽ പണ്ടിങ്ങനെ എന്താണ് പാടത്തും പറമ്പിലും ഒക്കെ ഓടി നടന്ന് അതൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ്, അപ്പം എനിക്ക് ഈ എൻവയോൺമെൻ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോഴത്തേക്കും എനിക്ക് അവരോട് എന്താണ് അസൂയ പോലത്തെ ഒരു ഇതാണ്. കാര്യം ഇപ്പോൾ എന്താണ് ഈ പാടത്തൂടെ ഇറങ്ങി നടക്കാനും ചെളി കാലി പറ്റിക്കാനും ഒക്കെ. ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ താഴോട്ട് അധികം ഇറങ്ങാറില്ല. അപ്പോഴത്തേക്കും നാട്ടിൽ പോകുമ്പോഴാണ് ഞാൻ എന്താണ് മണ്ണൊക്കെ എടുക്കും, മണ്ണിൽ കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. എന്താണ് ശരീരം അനങ്ങാത്തത് കൊണ്ട്, അതുകൊണ്ട് തന്നെ ഷുഗർ, ഡയബറ്റിസ്, കൊളസ്ട്രോൾ അങ്ങനത്തെ പല അസുഖങ്ങളും ഇപ്പോൾ കുട്ടികളിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് ഈ അച്ഛമ്മയൊക്കെ പറയുന്നുണ്ട്, അച്ഛമ്മ ഇങ്ങനെ എന്താണ് വയലിൽ കളിച്ച് കിടക്കും, മരത്തിൽ കയറി മാമ്പഴം പറിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എനിക്കും ഇങ്ങനെ ചെയ്യണം, അത് ആഗ്രഹം തോന്നാറുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുവരണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ പേര് ദുർഗ DS. ഞാൻ പഠിക്കുന്നത് കാർമലിലാണ്. എനിക്ക് ഈ പുതിയ തലമുറയോടടുത്ത് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ഡ്രസ് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്കിഷ്ടമുള്ളത് അവരുടെ പണ്ടത്തെ കാലത്തിൽ അവർക്ക് ചെയ്യാം, പക്ഷെ നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യണം. ബിക്കോസ് അവരുടെ പണ്ടത്തെ സ്റ്റൈൽ എന്നത് സാരിയൊക്കെയാണ് അവരുടെ പണ്ടത്തെ സ്റ്റൈൽ. പക്ഷെ നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ആദർശ് എന്നാണ്. സെയിൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി, നേരിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങിൻ്റെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല ഇക്കാലത്ത് നേരിട്ട് മാത്രമല്ല, അതെ, അതിലേക്ക് ഞാൻ വരികയായിരുന്നു. ഇപ്പോൾ നേരിട്ട് മാത്രമല്ല, ഇന്ന് ഓൺലൈനിലൂടെയും, ഇന്ന് ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ സൈബർ ത്രെറ്റനിങ്ങും ഇങ്ങനെ ഈ സൈബർ ബുള്ളിങ്ങും ഒക്കെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണ്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വേഷം ധരിച്ച് ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ചെക്ക് ചെയ്യുന്നതിലായിരിക്കും നമുക്ക് ആദ്യം തിരക്ക്, എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതായിരിക്കും നമ്മുടെ ആ ഒരു തിരക്ക് എന്ന് പറയുന്നത്. ഈ കമ്പോള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ കമ്പനികളൊക്കെ തന്നെ അവരുടെ പ്രോഡക്റ്റൊക്കെ തന്നെ വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി, അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യം എന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മനോഭാവ മാറ്റം അനിവാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു സൈബർ ബുള്ളിങ്ങിനൊക്കെ തന്നെ ഇന്ന് ഇക്കാലത്ത് യുവാക്കളും കുട്ടികളും ഒക്കെ തന്നെ ഇരയാകുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനൊരു പ്രശ്നം അഭിമുഖീകരിച്ചു, അതെൻ്റെ അധ്യാപകരുമായിട്ടോ എൻ്റെ മാതാപിതാക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഞാൻ ഇങ്ങനൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതൊന്നും തന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മനോഭാവ മാറ്റത്തിലേക്ക്, അത്തരത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടുന്നവർക്ക് താങ്ങായി മാറാൻ, തണലായി മാറാൻ ഒക്കെ തന്നെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്നവർ അത്തരത്തിലുള്ള ഒരു മനോഭാവ മാറ്റത്തിലേക്ക് ഇന്ന് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. ശരിക്കും നിങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സപ്പോർട്ടിങ് ഫാമിലി ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളെ ആലോചിക്കുമ്പം ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു മനസ്സിലാക്കൽ പുതിയ തലമുറ, ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. പുതിയ തലമുറ ഒരു തരത്തിലും നല്ലവരല്ല. പുതിയ കുട്ടികളെന്ന് വെച്ചാൽ വളരെ സെൽഫിഷാണ്, സെൽഫ് സെൻറ്റേർഡാണ്. പിന്നെ അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവർ ഒരിക്കലും തന്നെ ഈ എന്താണ് വാല്യൂസിനെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ചും പാരമ്പര്യം എന്ന് പറയുന്നതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പരാതികളാണ് നിങ്ങളെ പുതിയ തലമുറയെക്കുറിച്ച് പലരും പറയുന്ന കേൾക്കാവുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് പറയുന്ന വലിയ ഒരുപാട് എന്ന് വെച്ചാൽ മാനസികമായിട്ട് അപ്സെറ്റ് ആകുന്ന ഒരുപാട് കുട്ടികൾ. പണ്ട് അങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ ഒന്നും കാലത്ത് കേൾക്കില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം ഒരുപാട് കുട്ടികൾക്ക് മാനസിക രോഗങ്ങൾക്ക് ചികിത്സ വരുന്നു, ഡിപ്രഷൻ ആണെന്ന് പറയുന്നുണ്ട്. പണ്ട് ഡിപ്രഷൻ എന്നൊരു വാക്കൊന്നും പറയാൻ തന്നെ പേടിയായിരുന്നു ആളുകൾക്ക്. അപ്പോൾ കുട്ടികൾ അതെല്ലാം തന്നെ ഫേസ് ചെയ്ത് എനിക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. പിന്നെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സിന് പോകുന്ന കുട്ടികൾ, ഇപ്പം ഡ്രഗ്സ് കേരളത്തിൽ ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കാരണം ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിനകത്ത് നിങ്ങളുടെ പരിസരത്തിൽ നിങ്ങൾക്കൊരു വരുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കാണുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന്, അതിനെന്താണ് തോന്നുന്നത്?
ഇപ്പോൾ നമ്മുടെ സഹപാഠികളുടെ ഒക്കെ തന്നെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും അവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒരാളില്ല എന്നുള്ളതാണ്. ഷെയർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല സ്പേസ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഒരുക്കാൻ നമ്മുടെ സ്കൂളുകൾക്കോ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിക്ക് ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അധ്യാപകരായിരുന്നാൽ പോലും പഠിക്കുന്നൊരു കുട്ടിയെ മാത്രം അതാണ് നല്ലൊരു കുട്ടി എന്നൊരു കാഴ്ചപ്പാടിലൊക്കെ തന്നെ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എൻ്റെ സ്കൂൾ ഒരു പരിധിവരെ അങ്ങനെയല്ല, എങ്കിലും പല വിദ്യാലയങ്ങളും നമുക്കിന്നൊരു അവസ്ഥ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പഠിത്തം മാത്രമാണ് പ്രധാനം എന്ന രീതിയിലേക്കൊക്കെ തന്നെ ഇന്ന് ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ എൻ്റെ ചില കൂട്ടുകാരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഓള് സ്പോർട്സ് നല്ലോണം, അതായത് ഓട്ടത്തിനൊക്കെ നല്ലോണം ഓടും. പക്ഷേ ഈ കുട്ടിയുടെ പാരൻസ്, ഈ കുട്ടിക്ക് സെലക്ഷൻ കിട്ടി അടുത്ത ലെവലിലേക്ക് പോകാൻ. പക്ഷേ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നീ ഓട്ടത്തിനൊന്നും പോകണ്ട, കുറേ ക്ലാസ് കട്ടാവും. അതായത് അവർ കാണുന്നത് ഇതെന്തോ വലിയ മഹാപാപമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് നിനക്ക് വെറും ഒരു കളിക്കാരിയായാൽ മതിയോ. ആ കുട്ടി ഇപ്പോഴേ അവർ കോച്ചിങ്ങിന് വിടുന്നുണ്ട്, ഇനി എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അതായത് അവർ തന്നെ പ്ലാൻ ചെയ്യാണ് ആ കുട്ടി എന്താവണം എന്നുള്ളത്. പക്ഷെ ആ കുട്ടിക്ക് തീർച്ചയായും ആ കുട്ടിയെ ട്രെയിനിങ്ങിനൊക്കെ വിട്ടാൽ ഇന്ത്യക്ക് അഭിമാന താരമായി അത് മാറാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ, അതായത് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പല മാതാപിതാക്കളും. അതായത് കായികത്തിനോടൊക്കെ വളരെ ഏറെ അട്രാക്ഷനുള്ള പല കുട്ടികളുമുണ്ട്, അതിനുള്ള കഴിവുള്ള കുട്ടികളുണ്ട്. അവരെ അതിനുള്ള ശരിയായ ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ കൊടുത്താൽ തീർച്ചയായും അവർക്ക് അതിൽ ഉന്നത തലങ്ങളിൽ എത്താൻ പറ്റും. ഇപ്പോൾ എന്നാൽ ഇതേ ആൾക്കാർ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ ആൾക്കാർ തന്നെ ഇപ്പോൾ നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടിയാൽ കണ്ടു പഠിക്കുക എന്ന് പറയുന്നതും, എന്നാൽ അതെ അതെ, അതായത് അവർക്ക് അവരുടെ കുട്ടി ഇതേ തലത്തിലെത്തണം, എന്നാൽ അവർക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കളാകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സമൂഹത്തിന് മുൻപിൽ എന്തോ അവരതൊരു കുറഞ്ഞ ഇതായിട്ടാണ് കാണുന്നത് എന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പറയുന്നതിനകത്ത് വരുന്നൊരിത് നമ്മുടെ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ തരുന്നു, മുതിർന്നവർ തരുന്നു, നിങ്ങളത് പഠിക്കുക. ഈ വിദ്യാഭ്യാസ രീതി നിങ്ങൾക്ക് തൃപ്തരാണോ? ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോരാ. കാരണം നമ്മൾ കുട്ടികൾക്കിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. പണ്ട് കാലത്ത്, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കാലം വരെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അധികം പഠിക്കാനുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ കുട്ടികൾക്ക് ഈ കാലത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. അതിപ്പോൾ അതിൻ്റെ പേര് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് 12 പോകുമ്പോൾ എൻ്റെ ചേട്ടൻ CBSE ആണ്. അപ്പോൾ എൻ്റെ ചേട്ടന് ഒരുപാട് അസൈൻമെൻറ്റ് വയ്ക്കാനുണ്ട്. ഇപ്പം അവർ ഒരുപാട് ജോലി തരും, എന്നിട്ട് പറയുകയാണ് നാളെ തന്നെ വയ്ക്കണം എന്ന് പറയുമ്പം ചേട്ടൻ ആ വേവലാതി കാണുമ്പോൾ എനിക്കൊരു സങ്കടം. ആ ചേട്ടൻ പറയണേ, എനിക്കിത് ചെയ്ത് തീർക്കാനുണ്ടമ്മ, എനിക്കത് ചെയ്ത് തീർക്കാനുണ്ട്, സമയം തരുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവർക്ക് പിന്നെ ഒരുപാട് പരീക്ഷകളും കാരണം ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം അഭിമുഖീകരിക്കുമ്പോഴും അവർക്ക് ഒരു സ്ട്രെസ്സ് കാരണം അവർക്കത് അത്രയും പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ സ്റ്റേറ്റിലാണെങ്കിൽ, എൻ്റെ സിലബസിലാണെങ്കിൽ, ഏതൊരു സിലബസിലായാലും ഭയങ്കരമായിട്ട് പഠിക്കാനുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് പാടാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല കുട്ടികൾക്ക് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതുകൊണ്ടൊന്നും നമ്മൾ തൃപ്തിപ്പെടുന്നുണ്ട്. നമുക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു തലയിൽ അടിച്ചു കയറ്റുമ്പോൾ നമുക്കതൊന്നും താങ്ങാനുള്ള ശേഷിയും അതൊന്നും നമുക്ക് കരുത്തും ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് ആവുകയാണ്. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നാളെ ഒരു ടെസ്റ്റ് പേപ്പർ വയ്ക്കുകയാണ്, ഒരു വലിയ ചാപ്റ്ററാണ്, എന്നാൽ വേറൊരു ടീച്ചർ മറ്റൊരു TP നാളെ തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ അതിനെ പഠിക്കണം, ഇതിനെ പഠിക്കണം, ട്യൂഷനിൽ പോയാലും വീണ്ടും TP, അങ്ങനെ പഠിച്ചടിച്ച് തലയ്ക്ക് ഭ്രാന്തായി നമുക്കിപ്പോൾ കഴിക്കാൻ പോലും തോന്നാതെ പഠിക്കേണ്ട ഒരവസ്ഥ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കാരണമുണ്ട്. അപ്പോൾ ഭയങ്കര പാടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ. പക്ഷേ നല്ല രസമാണ് പഠിക്കാനെങ്കിലും ഇതുപോലെ സ്ട്രെസ് അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്.
ആൻറ്റി നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് മുതിർന്നവർ, അതായത് ആ തലമുറയിലുള്ളവർ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ എന്താ പറയുക ഒരുപാട് സൂയിസൈഡിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ എന്താ അവരുടെ രീതികൾ ശരിയല്ല, ആങ്സൈറ്റിയിലേക്ക് പോകുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ തുറന്നു പറയാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും. എന്നാൽ ഇന്ന് ശരിക്കും ധൈര്യം എന്നത് ഒരു വലിയ സംഭവമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ധൈര്യമുണ്ട്, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു ഇതുണ്ടാവണം. നമ്മൾക്ക് കുട്ടികൾക്ക് പഠിക്കൽ മാത്രമല്ല, ഇത്തിരി കളിക്കുകയും കൂടെ വേണം. അതേപോലെ വലിയ ആൾക്കാരെ വെക്കുന്ന വലിയ ആളെ പോലെയാണെന്ന കുട്ടികൾ ഈ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ മരക്ക് അറിയും. എനിക്കിപ്പോൾ വിദ്യാഭ്യാസ രീതിനെ പറ്റിയിട്ടല്ല, നന്മ ഇപ്പം നേരത്തെ പറഞ്ഞ മറ്റേ പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് ഇത് ഇപ്പോൾ സ്പോർട്സിൽ വിട്, അതായിട്ടിപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അനുഭവമാണ്. ഇപ്പം ഞാൻ നേരത്തെ അത് കുറച്ച് കൂട്ടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടീനെ തന്നെ ആള് പണ്ട് തൊട്ടേ നമുക്കറിയാമല്ലോ, നമ്മളെ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ പണ്ട് തൊട്ടേ തന്നെ ഇങ്ങനെ അധികം എനിക്ക് തോന്നുന്നു LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ആക്റ്റീവ്, അതായത് മറ്റ് പരിപാടികളിലൊക്കെ. ഹൈസ്കൂളായപ്പോൾ ഒരു 9ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ, പ്രത്യേകിച്ച് ഈ വർഷമാണ്, ഇങ്ങനെ ആളുടെ വീട്ടിൽ നിന്ന് ഒരു പരിപാടിക്കും വിടില്ല. അതായത് ഇതേപോലെ പഠിക്കുന്ന കാര്യമല്ലാതെ ഇപ്പോൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ സ്കൂളിൽ നടക്കുമല്ലോ, അതിലൊന്നിനും പാർട്ടിസിപ്പേഷൻ വിടില്ല. പിന്നെ മറ്റ് ആളുടെ കഴിവുകളൊന്നും പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇതേപോലെ വിടുന്നുണ്ട്. അപ്പം ഇവള് അവളുടെ അടുത്ത് പറയും, നിനക്ക് ഒരു മത്സരമുണ്ട്, അത് നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നെ വിടില്ല, എനിക്ക് വരാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഇങ്ങനെ വളർത്തിയിട്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് സത്യം പറഞ്ഞാൽ അതായത് ഇങ്ങനെ ഇതായിട്ട് നടക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഇതായിട്ട് നടക്കുന്ന കുട്ടികളെയൊക്കെ ഒരു ഇതാണ്. അതായത് ഇപ്പം എനിക്ക് ആൾ നന്നായി പഠിക്കും, ആ കുട്ടി നന്നായി പഠിക്കണ കുട്ടിയാണ്. ഞാനിപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വാങ്ങിക്കുന്ന മാർക്കുകൾ ഭയങ്കര നല്ല മാർക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കുഴപ്പമില്ലാത്തൊരു മാർക്കാണ് ഞാൻ എല്ലാ പരീക്ഷകളിലും വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ ഞാനിങ്ങനെയൊക്കെ ഇതായിട്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ മാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ 9th ഇപ്പോൾ പഠിക്കുന്നത്. 9th ശരിക്കും ഭയങ്കര 10th ബേസാണ്. 10th നമുക്ക് ബോർഡ് എഴുതാനുണ്ട്. അപ്പോൾ 10th ബേസാണ്. അപ്പോൾ ബാക്കി പരിപാടികൾ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പണ്ട് തൊട്ടേ ഇത് ചെയ്തിട്ട് ആ കുട്ടിക്ക് മറ്റു കുട്ടികളോട് ഉള്ള ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നു. പിന്നെ ആ കുട്ടിയുടെ വീട്ടുകാർ, ഇപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ട്സ് കാരണമാണ് ഇങ്ങനെ അവൾക്ക് ഒരെണ്ണത്തിൽ മാർക്ക് കുറഞ്ഞ, എന്തെങ്കിലും ഒരു പരീക്ഷ മാർക്ക് കുറഞ്ഞ, അതിന് കാരണം മറ്റു കുട്ടികളാണ്. ഈ കൂട്ടുകാർ കാരണം കൂട്ടുകാർ വഴിതെറ്റിക്കുന്നു എന്ന് പല പാരൻസിൻ്റെ ഒരു തോട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഫ്രണ്ട്സിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും ഭയങ്കര. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ട് ഇവക്ക് മാർക്ക് കിട്ടാത്ത, ഇവള് വീട്ടിലിരുന്ന് പഠിക്കുന്നു, ഞങ്ങൾ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ബാക്കി കുട്ടികൾക്ക് വരും. ഞാൻ എന്ത് ചെയ്തിട്ട് ഇവക്ക് മാർക്ക് കുറഞ്ഞത് എൻ്റെ തലയിലിടുന്നതിൻ്റെ അങ്ങനത്തെ ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. മാം നേരത്തെ പറഞ്ഞില്ലേ സെൽഫിഷ് ആവുന്ന കുട്ടികൾ, അത് ഡിപ്രഷൻ എന്നൊക്കെ. പണ്ട് കാലത്ത് എനിക്കിപ്പോഴും പണ്ട് കാലത്ത് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതിൽ കുറച്ച് റീസൺസ് ആണ്. പണ്ട് വലിയൊരു പറമ്പുണ്ട്, അവിടെ വലിയൊരു വീടുണ്ട്, ചുറ്റും ഒരുപാട് എന്താ പറയുക വാഴ, അരി, അങ്ങനെ ഒരുപാട് പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്യാനും ചുറ്റും നടക്കാനൊക്കെ സമയമാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒരു പ്രകൃതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ആശ്വാസമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് കൂടുതലും ഫ്ലാറ്റുകളാണ്. അപ്പോൾ ആ ഒരു 4 ചുമരിൻ്റെ അത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അത് പണ്ടത്തെ കാലത്ത് അതുപോലെ തന്നെ നമ്മളിപ്പം അമ്മമാരും എല്ലാം കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അച്ഛന്മാർ പാടിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പോയിരുന്ന് സംസാരിക്കാം, നമ്മൾ സ്കൂളിലെ കാര്യങ്ങൾ തുറന്നു പറയും. പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഓഫീസ് ടൈമിംഗ് എന്ന് പറയുന്നത്
പറയുന്ന ഒരു 9-10 മണി വരെയാണ്. അപ്പം തിരിച്ച് പാരൻസ് വന്നിട്ട് അവരുടേതായ വർക്ക് അവർക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തുറന്നു പറയാൻ അവസരം കിട്ടുന്നില്ല. അതും വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ മാം എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞില്ല. അതെന്ന് പറയുമ്പോൾ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലൊരു ആളാണ്. ഈ വരുന്ന 7-ാം തീയതി തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്റർ വെച്ച് നമ്മൾ നാടകം കളിക്കാൻ പോകണം തിരുവനന്തപുരത്തിൻ്റെ. അപ്പോൾ ഞാൻ സ്കൂളിൽ നേരിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം യൂത്ത് ഫെസ്റ്റിവലിനുള്ള കുട്ടികൾ പഠിക്കത്തില്ല. ഇപ്പം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ്, ഇപ്പോൾ ഓണം എക്സാം കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇത് വെച്ച് കമ്പയർ ആയിട്ട് നിനക്ക് അത്രയല്ലേ ഉള്ളൂ, പണ്ട് നീ എത്ര നല്ല മാർക്ക് മേടിച്ചു, ഇപ്പം നിനക്ക് അതുപോലും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും പഠിത്തമാണ്. അതെ, പഠിത്തം ഉണ്ടെങ്കിൽ പറയട്ടെ, ഈ മാർക്ക് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈവൻ എൻ്റെ ക്ലാസ്സിൽ പോലും എക്സ്ട്രാ കരിക്കുലറിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എൻ്റെ സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒരു 2-3 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ഡാൻസിനോ പാട്ടിനോ ഉണ്ടെങ്കിൽ നീ ഡാൻസിന് പോയിട്ടാണ് പ്രശ്നം. ഈവൻ ഇപ്പോൾ 10th ഞാൻ ആയപ്പോൾ പോലും ഞാൻ നാടകത്തിന് കയറിയ സമയത്ത് എന്നെ നിരുത്സാഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൻ ഫാമിലിയിലായാലും ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊരു കാര്യം അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളൊരു ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മളിതിനകത്ത് നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, പല സബ്ജക്ട്സ് പഠിക്കുന്നു. ഞങ്ങളൊക്കെ ഞാനൊക്കെ നിങ്ങളുടെ കാലത്ത് പഠിച്ച ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ പഠിപ്പിച്ച കാലത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ഒരു ഉടുപ്പ് കീറിയാൽ തുന്നാനറിയാം? അറിയോ? ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കല്ല ഞാൻ പറയുന്നത്, പൊതുവേ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. കുക്കിങ്, ഇപ്പം ഞാൻ പണ്ടൊരു ലേഖനം എഴുതിയിരുന്നു, ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കുകയെന്ന്. വെച്ചാൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മാത്രം. പല സ്കൂളുകളിലും കുക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് പെൺകുട്ടികളെ വിളിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് ചില സ്കൂളിൽ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്, ടൈലറിങ് അല്ലെങ്കിൽ എംബ്രോയിഡറി, ഇതെല്ലാം പെൺകുട്ടികൾക്കും. എറണാകുളത്ത് ഒരു സ്കൂളിൽ നടന്ന സംഭവമാണ്. അതായത് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക, അതിനൊപ്പം ആൺകുട്ടികളെ ബൾബിടാൻ പഠിപ്പിക്കുക, പ്ലംബിംഗ് പഠിപ്പിക്കുക. അപ്പോൾ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നൊരു കൺസെപ്റ്റ് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും ലൈഫിൽ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇതിലുണ്ടോ, സിലബസിലുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മുന്നേ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടി പഠിക്കേണ്ടതുണ്ട്. പിന്നെ മാം പറഞ്ഞതുപോലെ സമൂഹത്തിൽ വിഭാഗം തിരിച്ചാണ് ജോലികൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരും തുല്യരാണ്. അവരവർക്ക് ഏത് ജോലിയാണോ ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം മാം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ലൈഫ് സ്കിൽസിനെ കുറിച്ച്. ഇപ്പോൾ ഒരാളുടെ അടുത്ത്, ഒരു കുട്ടിയുടെ അടുത്ത് ബൾബ് ഇടാൻ പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇടണ്ടേന്ന് അറിഞ്ഞുകൂടാ. അപ്പം അവർ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ടി വി ഒക്കെ കാണുന്ന കുട്ടികൾ. അപ്പം ടി വിയുടെ റിമോട്ടിൻ്റെ ബാറ്ററി കേടായി. അപ്പോൾ ഒരു ബാറ്ററി എടുത്തിടാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം പോകുന്നവർക്ക് ഒന്ന് ഉടുപ്പ് കീറിപ്പോയി, തയ്ക്കാൻ പറ്റുകയില്ല. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ സ്കൂളിൽ, ചില സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ. അതായത് എല്ലാ സ്കൂളുകളിലും ഇതുപോലത്തെ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുന്നു. അപ്പം നീന്താൻ ചില കുട്ടികൾക്ക്, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും ബാക്കിയുള്ളവർക്ക് നീന്താൻ അറിയായിരിക്കും. പക്ഷെ നീന്തുന്നത് സ്വിംസ്യൂട്ട് ഇട്ട്, ക്യാപ്പ് ഇട്ട്, അതിൻ്റെ കൂടെ മറ്റേ ഗൂഗിൾസ് ഒക്കെ വെച്ചിട്ടാണ്. എന്നാൽ ഒരാൾ ഒരു പുഴയിൽ വീണു, ഒന്ന് രക്ഷിക്കാൻ ഈ സ്വിംസ്യൂട്ട് എവിടെ, ക്യാപ്പ് എവിടെ, ഗൂഗിൾസ് എവിടെ എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഒന്ന് നീന്തി ചെന്ന് ആ കൊച്ചിനെ അല്ലാതെ രക്ഷിക്കാൻ ആർക്കും അറിഞ്ഞൂടാ. പണ്ടത്തെ കാലത്തെ ആൾക്കാർക്കാണെങ്കിൽ പുഴയിലൊക്കെ നീന്തി ശീലമാണ്. അതിന് ഗൂഗിൾസോ സ്വിംസ്യൂട്ടോ വേറെ ഒന്നും വേണ്ട. എൻ്റെ അമ്മ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, അമ്മ തോട്ടിലൊക്കെ കുളിക്കുന്നതും മരത്തിൽ കയറുന്നതും. എൻ്റെ അമ്മ പറയുന്നത്, നീ എന്തുകൊണ്ടാണ് മരത്തിൽ കയറാൻ പറ്റാത്തത്, നീ എന്താ മരത്തിൽ കയറാത്തത്, നീ എന്താ തോട്ടിൽ കളിക്കാത്തത്, മണ്ണിൽ കളിക്കാത്തത് എന്നാണ് എൻ്റെ അമ്മ ചോദിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള കുട്ടികൾ, എൻ്റെ ക്ലാസ്സിലും ബാക്കിയുള്ള കുട്ടികളൊക്കെ മരത്തിൽ കയറാൻ തുടങ്ങി. അയ്യോ മരത്തിൽ കയറില്ല, എൻ്റെ അകത്ത് മൊത്തം ഉറുമ്പ, എങ്ങാനും വീണാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കുമുള്ളൊരു ആഗ്രഹമാണ് അമ്മയുടെ വീടും ആ ഒരു കാലത്തേക്ക് പോയി അതുപോലെ മരത്തിൽ കയറാനും നീന്താനും ഒക്കെ പറ്റുന്നൊരു കാലം എന്ന് പറയുമ്പം. അതേപോലെ ഈ ഒരു സമയത്ത് വിദ്യാഭ്യാസ കാര്യം പറയുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രമാണ് കുട്ടികൾ പഠിക്കുന്നത്. അതേപോലെ ഒരു കൊച്ചിന് എൻ്റെ സ്കൂളിലൊക്കെ ആണെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഒരു ക്ലാസ്സിന് വൈസ് പ്രിഫെക്റ്റും പ്രിഫെക്റ്റും ഒക്കെ ഉണ്ട്. ഇപ്പം മലയാളം സംസാരിക്കുന്നവർക്ക് ബാഡ്ജൊന്നുമില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കൊരു ബാഡ്ജുണ്ട്. മലയാളം മാതൃഭാഷയാണ്. നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷയായ മലയാളം സ്കൂളിൽ സംസാരിച്ച എല്ലാ ടീച്ചേഴ്സും കൂടെ എന്തിനാണ് മലയാളം സംസാരിക്കുന്നതെന്ന് ചോദിക്കും.
എന്നാൽ നമ്മുടെ മാതൃഭാഷയല്ലാതെ വേറൊരു ലാംഗ്വേജ് ആയ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു ബാഡ്ജ് കിട്ടാനും, അതേപോലെ സ്റ്റാർ സിസ്റ്റം അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളല്ല നമ്മൾ കൊണ്ടുവരണം. അതേപോലെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രിഫെക്റ്റിനെ വൈസ് പ്രിഫെക്റ്റിനെ, ഒരു ക്ലാസ്സിന് ഒരു പ്രിഫെക്റ്റും വൈസ് പ്രിഫെക്റ്റും ആണുള്ളത്. ആ ഒരു പ്രിഫെക്റ്റിനെ വൈസ് പ്രിഫെക്റ്റിനെയും സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടീച്ചേഴ്സൊക്കെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു മത്സരം വെച്ചു. അത് ഏറ്റവും നന്നായി പ്രസംഗം പറയുന്ന ആളെയോ ഏറ്റവും ലീഡർഷിപ്പിൽ മുന്നിലുള്ള ഒരാളെ അല്ല ഈ ക്ലാസ്സിലെ പ്രിഫെക്റ്റും വൈസ് പ്രിഫെക്റ്റും ആക്കുന്നത്. എന്നാൽ ഒന്നും പറയാൻ പറ്റാതെ കരഞ്ഞിറങ്ങിപ്പോയ ഒരു കൊച്ച്, അത് ചിലപ്പം നന്നായിട്ട് പഠിക്കുന്നൊരു കൊച്ചാവാം, ആ കൊച്ചായിരിക്കും പ്രിഫെക്റ്റ് വൈസ് പ്രിഫെക്റ്റ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും കഴിവ് വേറെ ആയിരിക്കും. അപ്പോൾ ഈ ചില കുട്ടികളുണ്ടാകും പഠിക്കുന്നത് നല്ല കാര്യമാണ് പഠിത്തം എന്ന് പറയുന്നത്. അതേസമയത്ത് ഈ ലീഡർഷിപ്പ് അതുപോലത്തെ ക്വാളിറ്റീസിനും കൂടെ വില കൊടുക്കണം. ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ഇപ്പം മുതിർന്നവർ പണ്ടത്തെ കാലഘട്ടത്തിലോട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ്. അതെ, ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊക്കെ ശരിക്കും തന്നെ സ്കൂളിൽ പോകുന്നു, നടന്നു പോകുന്നു, ബസ്സിൽ കയറി പോകുന്നു, ട്യൂഷനൊന്നും ഇല്ല അന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളെയും കൊണ്ടുവിടുന്നു അച്ഛനമ്മമാർ. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ശരിക്കും എന്ത് തോന്നുന്നത്? തീർച്ചയായും അത് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ആശങ്ക കൂടിയാണ്. അത് ലൈക്ക് അവരുടെ കുറ്റമല്ല, പക്ഷെ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ഈ രാത്രി സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. പണ്ടൊക്കെ ഞങ്ങൾ കടയിൽ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ അനിയനും അനിയത്തിയും കൂടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിംഗ് കേസസ്, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുക, പിന്നെ ബാലപീഡനങ്ങൾ, ഇതേപോലെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടാകും. അത് അവരുടെ തെറ്റല്ല. എന്നാൽ ഈ സമൂഹം മാറുകയാണെങ്കിൽ പെൺകുട്ടികളോടല്ല പറയേണ്ടത്. അതായത് നിങ്ങൾ അടങ്ങി ഒതുങ്ങി നടക്കണം എന്ന് പെൺകുട്ടികളോടല്ല പഠിപ്പിക്കേണ്ടത്. ആൺകുട്ടികളെ പഠിപ്പിക്കണം എങ്ങനെ ഒരു പെൺകുട്ടിയെ റെസ്പെക്ട് ചെയ്യണമെന്നും അത് പഠിപ്പിക്കണം എന്നത് തന്നെയാണ്. അങ്ങനെ ഈ സമൂഹം അടുത്ത തലമുറ, ഇനി വരുന്ന തലമുറയെങ്കിലും ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇനി വരുന്ന തലമുറയെ വളർത്തണം എന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇതാണ്. വെച്ചാൽ ഞങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളും ഫേസ് ചെയ്യുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്, പെൺകുട്ടികൾ എന്നുള്ള നിലയ്ക്ക്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു പാറു? പിന്നെ ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ ആണുങ്ങളെയും ആണുങ്ങളെ പഠിപ്പിച്ചെടുക്കണം. ഞാൻ വേറെ കാര്യമാണ് അറിയുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ ബോഡി ഷേമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ പാരൻസിൻ്റെ ആശങ്കയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബോഡി ഷേമിങ് ഞാൻ ചെറുതായിട്ട് കേൾക്കാറുണ്ട്. നീ എന്ത് ഇത്ര തടി വെക്കുന്നത്, നിനക്കെന്ത് ഇത്ര തടി, എനിക്ക് എന്നെ കണ്ടിട്ട് തടിയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ അതിനെ വെറും ഒരു കളിക്കായിട്ട് മാത്രം എടുക്കും. പക്ഷേ ബാക്കിയുള്ള കുട്ടികളോ എനിക്ക് തടിയുണ്ട്, ഞാൻ കുറച്ചില്ലെങ്കിൽ എന്നെ ആൾക്കാർ കളിയാക്കും എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പം അതൊക്കെ കുട്ടികളുടെ മാനസികമായിട്ട് അവരെ തളർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയുന്നത് കുറയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം പാരൻസിൻ്റെ ആശങ്കയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെ ആശങ്ക, ഇപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് കുട്ടികളെ ഈ 31 തൊട്ട് 1-ാം തീയതി വരെ 2 ദിവസം വാഗമണ് ട്രിപ്പ് കൊണ്ടുപോവുകയാണ്. അപ്പോഴത്തേക്കും ഈ വാഗമണ് ട്രിപ്പ് കൊണ്ടുപോകുമ്പം ഈ പല പാരൻസും വിടും. പക്ഷെ എൻ്റെ അച്ഛനമ്മയും അവർക്ക് ഭയങ്കര ആശങ്കയാണ്. ഇത് ഭയങ്കര തണുപ്പുള്ള കാലമാണ്, ഇപ്പോൾ വയനാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ പേടി. എനിക്കവരെ മനസ്സിലാക്കാമേ, അവർ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പം ഇതൊക്കെ പോയതിന് ശേഷം ഈ കുട്ടികളൊക്കെ അവർ പോകുന്നതിന് മുമ്പ് പറയണം, എടി വാഗമണ് പോടി, അവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടം. കാരണം എന്നെ വിടുന്നില്ല. ബാക്കിയുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ക്ലാസ്സിൽ മൊത്തം പിള്ളേരും പോകും, അങ്ങനെ 2-3 പിള്ളേരെ പോകാതെ ഉള്ളു. അപ്പം അവരൊക്കെ മുമ്പ് വെച്ച്, എടി നീ കേൾക്കണുണ്ടാ, അപ്പം
ഞാൻ അങ്ങോട്ട് നോക്കി എന്താ അപ്പം അവ പറയാ വാഗമൺ ട്രിപ്പ് പോകുമ്പോഴേ ഞങ്ങൾ തണുപ്പ് കാണും, ഇവിടെ പോവും അവിടെ പോവും, എന്ത് രസം, ബസ്സിൻ്റെ അകത്ത് ഡിസ്കോ ഡാൻസ് പാട്ട്. അപ്പം അവർക്ക് പ്രിയപ്പെട്ട ടീച്ചറൊക്കെയാണ് അവരുടെ കൂടെ പോകും. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും പോവായിരുന്നു. പക്ഷെ അവിടെ വേറെ ഒരു കാര്യം എനിക്ക് ആലോചിക്കാം, അമ്മയും അച്ഛനും പറയുന്നതിലും കാര്യമുണ്ട്, പക്ഷെ എനിക്കും പോകണം എന്നൊരാഗ്രഹം. പക്ഷെ എന്താണ് ഈ 2 ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഈ പിള്ളേർ വന്ന് ഇതൊക്കെ പറയും, എടി അത് സംഭവിച്ച്, എടി ഇത് സംഭവിച്ചു. അപ്പം ബാക്കിയുള്ള കുട്ടികളുടെ അവസ്ഥ, ഞാൻ കുട്ടികൾക്കാണ് പറയുന്നത്, ബാക്കിയുള്ള കുട്ടികളെ ഇത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സങ്കടം. അപ്പം അവരത് മാറ്റി നിർത്തുകയാണ്. ഇപ്പം ഈ ട്രിപ്പ് പോയ പിള്ളേരെ മാത്രം വിളിപ്പിച്ച് നമുക്ക് അടുത്ത തവണ പോകുമ്പോൾ ഇതൊക്കെ, നമുക്ക് അടുത്ത തവണ പോകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണം, അതൊക്കെ കൊണ്ടുപോകണം, ഇതെല്ലാം എടുത്തു വെക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഈ ട്രിപ്പ് പോലത്തെ പിള്ളേരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കും. അപ്പം എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ്. കഴിഞ്ഞ വർഷം പോയ കുട്ടികളൊക്കെ കുറവാണ്, പക്ഷെ ഈ വർഷം കഴിഞ്ഞ വർഷം ആ വന്ന കുട്ടികൾ സംസാരിച്ചതിന് ശേഷം ഈ വർഷം എല്ലാവരും പോവുക. അപ്പം ഒരാൾ പോവാതിരുന്നാൽ ബാക്കിയുള്ളവർ പോകൂല എന്നൊരു കൺസെപ്റ്റ് ഒന്നും അവിടെ ഇല്ല. എല്ലാവരും പോകും. എന്നിട്ടും പറയും നീ എന്തടി വരാത്ത, നീ വരണം, അടിപൊളിയാണ് സംഭവം എന്നൊക്കെ പറയും. ചില കുട്ടികൾ വരുന്നെന്ന് പറയും, അത് പഠിക്കാത്ത കുട്ടികൾ അങ്ങനെ ആയിരിക്കും. ഇപ്പം ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലരൊക്കെ പറയും നീ വന്നാലോ, ഓ ട്രിപ്പ് കുളവായി എന്ന് പറയാം. അങ്ങനെ പറയുന്ന നീ വന്ന ട്രിപ്പ് കുളമായി തീർന്നു. അത് പഠിക്കാത്ത കുട്ടികളുടെ ഒരു കൺസിഡറേഷൻ ആണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് അതൊന്നും ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾ ഈ ലോകത്തുണ്ട്. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ സ്പോർട്സിനെ വിടാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു സങ്കടങ്ങളാണ് അവർ ഈ ഡിപ്രഷനിലോട്ടൊക്കെ നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ പറയാതെ അവരെ സഹകരിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് പറയാം സാരമില്ലടി അടുത്ത തവണ പോവാ, നീ പോയില്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം അത് മനസ്സിലാക്കാൻ ആരില്ല. ഇപ്പൊ പറയുമ്പോൾ പോലെ എനിക്ക് എന്തോ ഒരു ചെറിയ സങ്കടം തോന്നാറുണ്ട്. അപ്പോ എന്താ അമ്മയടുത്ത് വെച്ചോടും പറഞ്ഞാലോ വിടാൻ, അല്ല അവര് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവര് കൂടെ പോകുന്നതായിരിക്കും ഇത്തിരി കൂടെ സേഫ്. എനിക്ക് പോണോന്ന് ആഗ്രഹമുണ്ട്, എന്നാലും ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഇവരിങ്ങനെ ന്യൂ ഇയർ ആയിട്ട് പോകുമ്പോ എനിക്കൊരു ചെറിയൊരു സങ്കടം. വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം ഉന്നയിക്കുവാനാണ്, ഒരു സംഭവം കൂട്ടിച്ചേർക്കുവാനാണ്. അത് ഈ ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം നടന്നല്ലോ, അതായത് ഈ കേരളത്തിലെ കുട്ടികളുടെ പഠന നിലവാരത്തിൽ കുറവുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് 8-9 ക്ലാസ്സുകളിലെ കുട്ടികളെ തോൽപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരുന്നല്ലോ. അപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഓൾ പാസ്സാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ +1 എത്തുന്ന ഒരു വിദ്യാർത്ഥി അക്ഷരം അറിയില്ലാത്തൊരു സ്ഥിതിയാണെന്നുള്ളത്, ശരിയായി മലയാളം നേരെ എഴുതാനോ വായിക്കാനോ അറിയില്ലാത്തൊരു സ്ഥിതിയാണെന്നുള്ളത്. അപ്പോൾ ഇതിനൊരു ബ്രേക്ക് ത്രൂ വേണമെന്ന തീരുമാനപ്രകാരമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അതിനെ തികച്ചും വക്രീകരിച്ച് തെറ്റാണ് ചിത്രീകരിക്കുന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചത്. ശരിക്കും അത് പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പഠിപ്പിക്കണം, അതാണ് ശരിയായ ഒരു നിലപാട് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതായത് അവിടെ അധ്യാപകർ ശരിയായ നിലപാടെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ കൃത്യമായി പഠിപ്പിക്കാൻ ശ്രമിക്കണം. അവിടെ ഒരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ ഇപ്പോൾ നേരത്തെ എന്തൊക്കെ പറയുകയുണ്ടായി, വലിയ സ്ട്രെസ്സാണ് അനുഭവിക്കുന്നത് പഠനത്തിലൊക്കെ തന്നെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സിലബസ് കുറയ്ക്കണമെന്നോ ലഘൂകരിക്കണമെന്നോ വെട്ടിക്കുറയ്ക്കണമെന്നോ ഒന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം. അതിൻ്റെ പഠന രീതിയിൽ ഒരു വ്യത്യാസം വരുത്തണമെന്നാണ്, അതിൻ്റെ അവതരണ രീതിയിൽ ഒരു വ്യത്യാസം വരുത്തണമെന്നാണ്. അതായത് വിദ്യാഭ്യാസം എന്നത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല, ഒരു ബദൽ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ രീതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ സ്ട്രെസ്സൊക്കെ തന്നെ കുറച്ചുകൊണ്ട് കൃത്യമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ലിംഗവിവേചനമൊക്കെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലും കാണാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു കഥയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അച്ഛൻ ജോലി കഴിഞ്ഞെത്തുന്നു, കുട്ടികളുമായി സമയം ചിലവഴിക്കുന്നു, അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നു. അതെ, ഇപ്പോഴും അത്തരത്തിലുള്ള പല സന്ദർഭങ്ങളും നമ്മുടെ പാഠപുസ്തകങ്ങളും കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് SCERT ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഞാൻ ഒരു 3ാം ക്ലാസ്സിലെ ഒരു മലയാളം പാഠപുസ്തകത്തിൽ കണ്ട ഒരു ചിത്രമാണ്. അതായത് ഒരു വീട്ടിലെ എല്ലാവരും, അച്ഛനും അമ്മയും ഒരു അനിയനും ചേച്ചിയും എല്ലാവരും ഒരുമിച്ച് ഒരു അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന ഒരു ചിത്രം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വളരെ ലോകമെമ്പാടും ചർച്ചയായ ഒരു ചിത്രമായിരുന്നു അത്. അതായത് നമ്മുടെ വീട്ടിൽ മുൻവശത്തെ വാതിലിൽ നിന്ന് പത്രം വായിക്കുന്ന അച്ഛനെ അടുക്കളയിൽ എത്തിച്ച ഒരു ചിത്രമൊക്കെ തന്നെ വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു
മാറ്റങ്ങൾ ഒക്കെ തന്നെ പാഠപുസ്തകങ്ങളിൽ ഇനിയും ഉണ്ടാകണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് നോക്കുമ്പോഴേ ഒരു പോസ്റ്റർ കണ്ടു. അതിനകത്ത് ചോദിക്കുന്നത് നമ്മുടെ ടീച്ചർമാരുടെ കയ്യിൽ വടി പഴയതുപോലെ ചൂരൽ കൊടുക്കൂ, വടി കൊടുക്കൂ, നമുക്ക് മര്യാദയുള്ള കുട്ടികളെ ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അതിനെക്കുറിച്ച് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഭയങ്കര പേടിയായിരുന്നു. ടീച്ചർമാരുടെ കയ്യിലെല്ലാം വടിയുണ്ട്, അടി കിട്ടും, എന്തിനും അടി കിട്ടും എന്നുള്ള കാലമാണ്. ഇപ്പം നിങ്ങളെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ കോടതി വരെ ഇടപെടും ഇല്ലേ? അപ്പം അതുകൊണ്ട് നന്നാക്കാൻ പറ്റുമോ പുതിയ തലമുറയ്ക്ക്? വടി കൊണ്ടെത്താൽ അടി കൊടുത്ത് ശരിയാക്കാൻ പറ്റുമോ? അത് എനിക്കറിയാം മാം. കാര്യം എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, അമ്മയുടെ സ്കൂളിലെ സാറുമാരൊക്കെ കൈയുടെ ഇവിടെ ഇട്ട് അടിച്ചു തരും, അതൊക്കെ ഭയങ്കര വേദനയാണ്, തഴമ്പൊക്കെ വരും എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോഴത്തേക്കും ഞാൻ അപ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, ഹിന്ദു ഇതായിരുന്നു ഇത്, ഇപ്പം വല്ലതായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴത്തേക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പം നമുക്കൊരു കുട്ടിയെ നന്നാക്കാൻ അടി തന്നെ വേണമെന്നില്ല. കാര്യം ആ കുട്ടിയുടെ അടുത്ത് മര്യാദയ്ക്ക് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കാത്ത കുട്ടികളുണ്ട്. ആ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അപ്പം അവരെ ഇങ്ങനെ ടീച്ചർമാരെപ്പോഴും വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്, പഠിക്കണ്ട ഇങ്ങനെ ഇരുന്നോ. അപ്പം അതിൻ്റെ വീടുകളിൽ ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു അവസ്ഥയായിരിക്കും, നീ ആ പഠിക്കാത്തതിൻ്റെ ആ ഒരു ഇത്. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ്, ആ കുട്ടിക്ക് എന്താണ് എന്തുകൊണ്ട് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വഴക്ക് അല്ലെങ്കിൽ അടി തല്ലുക, അതിൻ്റെ ഒരു സ്ഥാനത്ത് മര്യാദയ്ക്ക് സ്നേഹത്തോടെ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കുറച്ചുകൂടെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ശേഷി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലെ ടോപ്പ് ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി ഒരിക്കലും മിണ്ടത്തില്ല, ക്ലാസ്സിൽ ഒരക്ഷരം മിണ്ടത്തില്ല, ഭയങ്കര സൈലൻ്റാണ്. ടീച്ചർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ടീച്ചർമാരില്ലാത്ത സമയത്ത് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ ടീച്ചർമാരുടെ നിന്ന് വഴക്ക് കേട്ടാലും ഞാൻ അതിനെ തുടരും. പക്ഷേ ഈ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അങ്ങനെ ഒരു കാര്യത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് കൂട്ടുകാരെ പോലെ നമ്മളടുത്ത് ഇടപെടുകയോ ചെയ്തിട്ടില്ല. അത് എന്തോ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയ ആ കുട്ടിക്ക് മാനസികമായിട്ട് എന്തൊക്കെ ഇത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരു പഠിത്തം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് എൻ്റെ അച്ഛനമ്മമാർ പേഴ്സണലി അങ്ങനെയൊന്നും പറയാറില്ല, എങ്കിലും മറ്റു കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ കമ്പാരിസൺ, നേരത്തെ പറഞ്ഞതുപോലെ കമ്പാരിസൺ വളരെ വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് നമുക്ക് എത്ര അടി കിട്ടിയാലും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടീച്ചർ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, അപ്പം ഹൈക്കോടതിയിൽ അത് വലിയൊരു കേസാവും. പക്ഷേ വീട്ടിൽ അടിയൊന്നും കിട്ടിയാലും ഹൈക്കോടതി ഒന്നും പോവില്ല, പോലീസും പിടിക്കില്ല, ഒന്നും പിടിക്കില്ല. അതാണ് എൻ്റെ പ്രശ്നം. വീട്ടിലടിക്കാൻ പാടില്ല അല്ലേ? വീട്ടിലും അടിക്കരുത്. വീട്ടിലടിക്കുമോ? ചിലപ്പോൾ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ കേട്ട് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ 1 മണിക്കൂറോളമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഒരുപാട്. ഇനി എന്തെങ്കിലും പുതിയ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സങ്കല്പം? പണ്ടാണെങ്കിൽ ആൾക്കാർ മഴയൊക്കെ നനഞ്ഞ് വെയിലൊക്കെ കൊള്ളും, തിരിപ്പില്ലാതൊക്കെ നടക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പം നമ്മൾ കാണുമ്പോൾ മഴ നനയല്, മഴ നനഞ്ഞ പണി പിടിച്ച് തണുത്ത സാധനങ്ങൾ കഴിച്ചല്, വെയിൽ കൊള്ള കറുത്തു പോവും, തിരിപ്പില്ലാതെ നടക്കല്, തിരിപ്പിട ഇതൊക്കെയാ പറയുന്നല്ലേ. നമുക്ക് ഇവൻ പറഞ്ഞതുപോലെ തന്നെ, മിലോഷ് പറഞ്ഞതുപോലെ തന്നെ മഴ അറിഞ്ഞാൽ പനി പിടിക്കും, വെയിൽ കൊണ്ടാൽ കറുത്ത് പോകും. അത് നമ്മൾ അത്രയില്ല, പക്ഷെ ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ടവേദന വരും, പനി വരും. ഇതൊക്കെയാണ് ഓവർ പ്രൊട്ടക്ഷൻ ആണ്. ഇപ്പം മഴയൊക്കെ നനഞ്ഞ കാലം എന്തുവാന്ന് ഞാൻ ഓർക്കുന്നത് പോലും ഇല്ല എന്നാണ് ശരിക്കും പറയാനുള്ളത്. എപ്പം മഴ വന്നാലും ഒരു കുട എടുത്ത് ചൂടി പിടിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം കളിക്കാനൊക്കെ ആണെങ്കിൽ സൈഡിൽ വേറെ ആരും ഇല്ല, നമ്മുടെ സ്കൂളിൽ PT പീരീഡും കിട്ടാറില്ല. ഇതുപോലത്തേതാണ് നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ. എൻ്റെ സ്കൂളിൽ തന്നെ ഇപ്പം കുട്ടികൾക്ക് അങ്ങനെ പഠിക്കുന്ന കുട്ടികളൊന്നും മിണ്ടാറില്ല. അപ്പം
ഈ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് ടീച്ചേഴ്സിനൊക്കെ നല്ല ബഹുമാനം, അവർക്ക് നല്ലൊരു ഇതായിരിക്കും, നല്ല ഒച്ചായിരിക്കും. പക്ഷെ മിണ്ടുന്ന കുട്ടികളോട് ടീച്ചേഴ്സിന് ഭയങ്കര ദേഷ്യമായിരിക്കും. പിന്നെ ടീച്ചേഴ്സ് എന്തെങ്കിലും കുട്ടികൾ മിണ്ടോ വേറെ പഠിക്കാതിരിക്കുക ചെയ്യുമ്പം ടീച്ചേഴ്സ് പറയുന്നൊരു ഡയലോഗാണ്, PT മീറ്റിങ്ങിന് വാ, ഞാൻ കാണിച്ചു തരാം, നിങ്ങളുടെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഞാൻ നന്നായിട്ട് പറയും, നിങ്ങൾക്ക് വർക്ക് കിട്ടിയെന്ന് ഞാൻ ഉറപ്പാക്കിയാലേ ഞാൻ വിടത്തുള്ളൂ. ടീച്ചേഴ്സ് എപ്പോഴും നമ്മളിങ്ങനെ ത്രട്ടൺ ചെയ്യും, PT മീറ്റിങ്ങിന് വാ, നിങ്ങൾക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുന്നു. അത് അത്രയും ചെയ്യരുത്, കാരണം കുട്ടികൾക്കും അതൊരു വിഷമമാണ്. കുട്ടി എന്ന് പറയുന്നതിനെ ഇപ്പം മറന്നു പോവാ അല്ലേ? കുട്ടിത്വം ഇല്ല, കുട്ടികളുടെ കുട്ടിത്വം സൂക്ഷിക്കാൻ പറ്റില്ല. ഇല്ല. ഇപ്പം ടീച്ചേഴ്സ് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെയാണ് പറയുന്നെങ്കിൽ അമ്മയ്ക്ക് അറിയാം, അത്ര എന്നെ വഴക്ക് പറയത്തൊന്നുമില്ല, അമ്മ വിടാം. പക്ഷെ ബാക്കി ചില കുട്ടികൾക്കാണെങ്കിൽ നല്ല വഴക്ക് കിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ. ഞാനൊക്കെ ആണെങ്കിൽ ക്ലാസ് എടുത്ത് മിണ്ടുന്നതാണ്, എപ്പോഴും വഴക്ക് കിട്ടാറുമുണ്ട്. ഇപ്പോൾ ഈ ഓവർ പ്രൊട്ടക്ഷൻ്റെ കാര്യം, ഇപ്പോൾ മിലോഷും മിന്നയൊക്കെ പറഞ്ഞ കാര്യം, പിന്നെ നേരത്തെ നമ്മുടെ പാർവണേന്ദുവാണ് പറഞ്ഞത്, മറ്റേ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ബീന മാം പറഞ്ഞതായിരുന്നു, ഞാൻ അപ്പം പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പിന്നെ അങ്ങ് വിഷയം മാറിപ്പോയി. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഞാൻ 8ാം ക്ലാസ് വരെ അച്ഛൻ കൊണ്ടുവിടുമായിരുന്നു എന്നെ സ്കൂളിലേക്ക്. പിന്നെ 9ാം ക്ലാസ്സിൽ ഞാൻ ഇപ്പോഴാണ് വാനിൽ പോയി തുടങ്ങിയത് കേട്ടോ. ഞാൻ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ പല കുട്ടികളും ബസ്സിലും ഒക്കെയാണ് വരുന്നത്, വാനിൽ വരുന്നവരുണ്ട്, പിന്നെ KSRTCയിലൊക്കെ വരുന്ന കുട്ടികളുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണം. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ബസ് വരിക, വാനിൽ പോകണം. എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു കുട്ടിയുണ്ട്, അവളൊക്കെ വാനിലാണ് പോകണം കേട്ടോ. എന്നെ ആദ്യം സമ്മതിച്ചിട്ടില്ല, എൻ്റെ പ്രത്യേകിച്ച് അച്ഛൻ എൻ്റെ അടുത്ത് എന്നെ സമ്മതിച്ചിട്ടില്ല, നീ വാനിൽ പോട്ടെ, ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ കൊണ്ടുവിടുമല്ലോ എന്നുള്ള ഒരു അത് ഒരു ഓവർ കെയർ ആയി പോയി. പിന്നെ ഞാൻ കുറേ തവണ അമ്മയ്ക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അച്ഛനായിരുന്നു മെയിൻ പ്രശ്നം, എന്നെ ഇങ്ങനെ ബസ്സിൽ വിടാനൊന്നും സമ്മതിക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞ് അവസാനം സമ്മതിച്ചു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവിടാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഭാവിയിൽ അവർക്ക് കുറച്ചുകൂടെ ഒറ്റയ്ക്ക് മാറി നിൽക്കേണ്ട അതൊരു ലൈഫ് സ്കില്ല് തന്നെയാണ് ശരിക്കും പറയാനുള്ളത്. മാം നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ സ്കൂളിൽ അടിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഈ വർഷം ഞാൻ ഹിന്ദിയിൽ പഠിച്ചൊരു പാഠമാണ് പിതാ കാ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞത്. അത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ എഴുതിയൊരു പാഠമാണ്. അതിൽ കഥ ഞാൻ 2 വരിയിൽ പറയാം. കാരണം അതിൽ മഹാത്മാഗാന്ധിയുടെ മകനായിട്ടുള്ള മണിലാൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അരുൺ ഗാന്ധി ഉണ്ട്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് മാറിയ ഒരു ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ സിറ്റിയിൽ പോകാനുള്ള ഓരോ അവസരം അവർ ഉപയോഗിക്കും. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ഒപ്പം അരുൺ ഗാന്ധി സിറ്റിയിലേക്ക് പോകുന്നു. അച്ഛൻ മീറ്റിങ്ങിന് പോയി, വൈകുന്നേരം എത്താമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരുപാട് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ സിനിമ കാണാൻ പോയി. സിനിമ കഴിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. അച്ഛൻ്റെ അടുത്തൊരു നുണ പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെന്ത് ചെയ്യും, നുണ പറഞ്ഞത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി കൊടുക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും. പക്ഷേ മഹാത്മാഗാന്ധിയുടെ മകൻ പറഞ്ഞു, ഞാൻ വെറുതെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ അത് പിന്നീട് മറക്കുമായിരിക്കും. അതുകൊണ്ട് അച്ഛൻ വീട്ടിലേക്കുള്ള അത്രയും മൈൽ ദൂരവും നടന്നുപോയി. അത് കാരണം ഈ അരുൺ ഗാന്ധി പിന്നീട് ഒരിക്കലും കള്ളം പറയില്ല എന്ന തീരുമാനമെടുത്തു. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ചേച്ചി പറഞ്ഞൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞ എപ്പോഴും പേരൻസ് കൊണ്ടുവിടുന്നത് ഭയങ്കര എനിക്ക് തന്നെ നടന്നു പോകണം, പക്ഷെ എനിക്ക് നേരെ തിരിച്ചാവുന്നു. എനിക്ക് അച്ഛനും എൻ്റെ അനിയനെ കൊണ്ടുവിടാനൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കാണ്. കാരണം വീട്ടിൽ അനിയനും ഒക്കെ ഉണ്ട്, പിന്നെ വേറെ എൻ്റെ അമ്മൂമ്മേനും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ വയ്യപ്പം ആ ഒരു തിരക്കാണ്. ഞാനെപ്പോഴും സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. എനിക്ക് എപ്പോഴും തോന്നുന്നു ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവിട്ടാലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് അങ്ങനെ തോന്നിയതാണെങ്കിൽ നമുക്ക് ജസ്റ്റ്. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നൊരു കാര്യമാണ്. എനിക്ക് കഴിഞ്ഞ വർഷം ഞാനൊരു എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്. അന്ന് ഒരു കുറേ എക്സാം കഴിഞ്ഞ് കറക്റ്റ് വീട്ടിലെത്തി. അടുത്ത എക്സാമിനുള്ള ടൈം ടേബിളും പോർഷനും കിട്ടി. വെക്കേഷന് മുൻപ് നമുക്ക് എക്സാമിൻ്റെയും പോർഷനും ടൈം ടേബിളും തന്നുവിടും. വെക്കേഷനിൽ നിന്ന് പഠിക്കണമെന്നാണ് ഈ സ്കൂളിലെ വിദ്യാഭ്യാസം, നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. പറ്റുമോ ഇതൊക്കെ പറഞ്ഞിട്ട്? ഞാൻ കുട്ടികളുടെ പ്രധാനമന്ത്രിയായ ആ ഒരു
ഒരു വർഷത്തെ എക്സ്റ്റമർ സ്പീച്ച് ആയിരുന്നു. അതിലെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ സങ്കല്പത്തിലെ വിദ്യാലയം. ഞാൻ ടോട്ടോ ചാൻ്റെ ആ ഒരു തോമസ് സ്കൂൾ പോലത്തെ ഒരു സ്കൂളാണ് എൻ്റെ ആഗ്രഹം. ഞാനത് പറയുകയും ചെയ്തു. അമ്മ ആദ്യം ചെയ്തത് എൻ്റെ ആ ഒരു സമയത്ത് ഫാദർ പ്രിൻസിപ്പളിനെ കൊണ്ട കാണിക്കുക ചെയ്തത്. ഇനി എങ്ങാനും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വേറെ പ്രശ്നം ഉണ്ടാകും. അമ്മ ആദ്യം ചെയ്ത കാര്യം അതാണ്. ഫാദർ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എൻ്റെ ആഗ്രഹം തോമസ് സ്കൂൾ തന്നെയാണ്. ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത എക്സാം. ഇതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. എനിക്ക് ഉമ്മച്ചേച്ചി പറഞ്ഞ പോലെ ഈ സ്വാതന്ത്ര്യം ഇത് ഉള്ളത് എനിക്ക് ആവശ്യമാണ്. കാരണം എനിക്ക് നടക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എപ്പോഴും എന്നെ ഒന്നെങ്കിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ എന്നെ കൊണ്ടുവിടും. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ നടക്കുന്ന കാണുമ്പോൾ എനിക്കിഷ്ടമാണ്. എന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നിച്ച് നടക്കും. എന്ന് വെച്ചാൽ അവിടെ അടുത്ത് കുറേ ഫ്ലാറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പല കുട്ടികൾ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇവിടോട്ട് നടന്നു വരുമ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് അമ്മ നമുക്ക് നടന്നു പോകാം, എനിക്ക് കാറിൽ പോകണ്ട, അമ്മ നമുക്ക് നടന്നു പോകാം, എപ്പോഴും അതാണ് ഞാൻ പറയണത്. കാരണം അത് ആദ്യം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുമാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ കാറിലും സ്കൂൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബോറടിക്കും. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം ഞാനും എൻ്റെ അച്ഛനും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ പ്രൊട്ടക്ഷൻ. പക്ഷെ അത് കുറ്റം പറയാൻ പറ്റില്ല, കാര്യം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. അപ്പം എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം കാര്യങ്ങൾ. കാര്യം ഇപ്പം നമ്മൾ കുട്ടികളാണ്, പക്ഷെ നമ്മൾ വലുതായി കഴിയുമ്പോൾ എന്തായാലും നമ്മൾ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും ആ ഒരു സമയത്ത് നമ്മൾക്ക് എന്താണ് പേടിയാണ്, ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരിക്കും, ഒറ്റയ്ക്ക് നടക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ജീവിതത്തെ നേരിടാൻ പഠിക്കും അല്ലേ? അതെ അതെ, കുട്ടികളായിരിക്കും. അതെ. നമ്മളുടെ ഇപ്പം എന്നെ അച്ഛനാണ് സ്കൂളിൽ, എന്നും രാവിലെ അച്ഛനാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. ഞാൻ രാവിലെ 7 മണിക്കാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം രാവിലെ അച്ഛൻ എണീറ്റ് തന്നെ സ്കൂളിൽ കൊണ്ടാക്കും, തിരിച്ച് അതേപോലെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ അതേപോലത്തെ ഒരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആറുണ്ട്. അപ്പോൾ അവിടെ ഒറ്റയ്ക്കൊന്നും എന്നെ വിടത്തില്ല. ഒന്നെങ്കിലും ഞാനും അമ്മയും പോവും, അല്ലെങ്കിൽ ഞാനും അച്ഛനും പോവും. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും പോവും. അങ്ങനെയാണ് ഞങ്ങൾ മിക്കവാറും പോവാറുള്ളത്. അപ്പം അതൊക്കെ ഇപ്പം കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള വികാസം ഉണ്ടാവില്ല. അതെ അതെ. എൻ്റെ പേര് മാർത്ത. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പലത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതേവരെ കുറേ ഒന്നും നേരിട്ടിട്ടില്ല. പലപ്പോഴും എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് തടിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പലരെയും മാറ്റി നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരോട് പോയി ഞാൻ മിണ്ടുമ്പോഴേക്കും എന്തിനാ തടിയുള്ള കൊച്ചിനോട് മിണ്ടുന്നേ എന്ന് പറഞ്ഞ് എന്നെയും കളിയാക്കി മാറ്റി നിർത്തുന്ന ഒരു പ്രകൃതമുണ്ട്. എനിക്കിതുപോലെ ഇപ്പോൾ എല്ലാവരും മാറ്റി നിർത്തുന്ന കുട്ടികളോടൊക്കെ മിണ്ടാനും അവരോട് കൂട്ടുകാരാക്കാനും താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനങ്ങനെ മിണ്ടുമ്പോഴൊക്കെ ആൾക്കാർ ഞാൻ ചെയ്യുന്നത് എന്തോ ഒരു നല്ല കാര്യമല്ല എന്ന രീതിയിലാണ് വീക്ഷിക്കുന്നത്. പലപ്പോഴും അത് എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളാണ്. മുതിർന്നവരങ്ങനെ വീക്ഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ ബോഡി ഷെയ്മിങ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ര നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളൊന്നുമില്ല. എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ചെറുതാണെന്ന് പറഞ്ഞ് അവരെ ആക്ടിവിറ്റീസിലൊന്നും ഉൾപ്പെടുത്താതെ അവരെ മാറ്റി നിർത്തുന്നതൊക്കെ ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. അതെന്നെ പലപ്പോഴും ആലോചനപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത് പറയുമ്പോഴൊക്കെ എന്താണ് ഇവള് ചെറുതാണെന്നേ ഉള്ളൂ, ഇവൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ അതിനെ എല്ലാവരും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരുപാടുണ്ടല്ലോ, സ്ട്രെസ്സൊക്കെ കൂടുതലാണല്ലോ, അത് കംഫർട്ടബിൾ ആണോ? അതിനകത്ത് വേറെ എന്തെങ്കിലും മാറ്റം വേണോ? പഠിത്തം എനിക്ക് അതിൽ ഒരു പ്രശ്നമായിട്ടൊന്ന് നോട്ടുകളാണ്. ഞാനൊക്കെ കുറേ പരിപാടികൾക്ക് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അടുത്തിടയ്ക്ക് കലോത്സവത്തിന് പോയിട്ട് 2 ആഴ്ചയോളം ലീവ് വന്നു. അപ്പോൾ കലോത്സവത്തിന് പോയിട്ട് വന്നപ്പോഴേക്കും കുറേ നോട്ടുകൾ വരികയുണ്ടായി. അപ്പോൾ ഈ നോട്ടെല്ലാം എനിക്ക് എഴുതി തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ കോപ്പി എടുക്കട്ടെ എന്ന് പല ടീച്ചർമാരോടും ചോദിച്ചപ്പോൾ ചിലവർ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇത്രയും പോയതല്ലേ. ഈ കലോത്സവത്തിന് കുട്ടികളെ കൂടെ കൊണ്ടു നടക്കുന്ന ടീച്ചർമാരാണ് അവരിൽ മിക്കവരും ഫോട്ടോ കോപ്പി എടുക്കാൻ സമ്മതിച്ചവർ. പക്ഷേ
പലരും പറഞ്ഞു ഫോട്ടോ കോപ്പി എടുക്കണ്ട, ഇത് എഴുതുക തന്നെ വേണം, എഴുതിയാലേ പഠിക്കുമെന്ന്. അത് നമുക്കറിയാം, എഴുതിയാലേ പഠിക്കൂ, എന്നാലും നമുക്ക് അക്ഷരങ്ങൾ മനസ്സിലാവുമെന്ന്. പക്ഷേ ഇത്രയും കുറേ അധികം വന്ന നോട്ടുകളെല്ലാം കൂടെ അതും ഒരാഴ്ച കഴിഞ്ഞായിരുന്നു സെക്കൻഡ് ടേം എക്സാം. അപ്പോൾ ഈ ഇത്രയും വന്ന നോട്ടെല്ലാം കൂടെ എഴുതുക ഭയങ്കര പാടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഗൈഡ്സിൻ്റെ പല പരിപാടിയും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാടാണ്. നോട്ടുകൾ കുറേ നോട്ട് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ലാംഗ്വേജ് സബ്ജക്റ്റുകളിലാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. സയൻസ് അതിനൊക്കെ പോയിൻറ്റ്സാണ് പലപ്പോഴും സ്കൂളിൽ എഴുതിപ്പിക്കാറ്. പുതിയ തലമുറ യങ് ചേഞ്ച് മേക്കേഴ്സ് അല്ലേ, നിങ്ങളെ തന്നെ വിളിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. വളരെ മിടുക്കരാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ സ്ഫുടമായിട്ടും വളരെ കൃത്യമായിട്ടുമാണ് നിങ്ങൾ മിക്കവാറും പേര് എല്ലാവരും തന്നെ സംസാരിച്ചത്. ഏതായാലും ഈ പുതുവർഷത്തിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്രയേറെ ചിന്തിക്കുന്ന, അവനവനെ തിരിച്ചറിയുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരു കൂട്ടം കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. വളരെ സന്തോഷമുണ്ട്. ഇത് സത്യത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾ നേരിടുന്നുണ്ട്. വലിയ മാറ്റമൊക്കെ പുറം തലത്തിൽ എവിടെയൊക്കെയോ നടക്കുന്നെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമൂഹം കൂടുതലായി ചർച്ച ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതിനെക്കുറിച്ച് ഞങ്ങളുടെ തലമുറയും ഞങ്ങൾക്ക് അടുത്തു വന്ന തലമുറയും ഒക്കെ ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബീന ലോകം ചാനലിൻ്റെ ഈ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ പുതിയ തലമുറയുടെ പുതിയ ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി.